ടൈം ഒരുപാടായല്ലോ. ഈ പയർ ഭക്ഷണം ഞങ്ങൾക്ക് പറയുന്നില്ലല്ലോ. ഒന്ന് പോയി നോക്കട്ടെ. എന്താണ് കുറെ നേരമായി. രജീവ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കണ്ടേ? കുറെ നേരം ടൈമായല്ലോ. ഇന്നിപ്പോ എന്താ ഉണ്ടാക്കി? നമുക്ക് ഒരു കാര്യം ചെയ്യാം. പറയും. ഇന്നലെ നമ്മള് കമ്പനിന്ന് മട്ടൻ കിട്ടിയില്ലേ? അതിന്റെ ബിരിയാണി വെച്ചാലോ? പൊളിക്കും, സെറ്റ് ആവും. ഒരു 10 മിനിറ്റ് ഈ വർക്കൊന്നും കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരും. സെറ്റ് ചെയ്യാൻ ഒരു കാര്യം ചെയ്യും. നിങ്ങള് ആ മട്ട എടുത്തിട്ട് നേരെ വെള്ളത്തിൽ ഇട്ടേക്ക്. ഓക്കെ. മട്ട നന്നായിട്ട് കഴുകിയതിന്റെ ശേഷം നേരെ കുക്കറിൽ ഇട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക. പിന്നെ കുരുമുളക് പൊടി കുഴപ്പമില്ല കേട്ടോ, അത് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു ചെറുനാരങ്ങ അതൊന്ന് നന്നായി പിയ്യുക. അത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ചതിൻ്റെ ശേഷം നന്നായി ഒരു ചെറിയ തീക്ക് ഇട്ടിട്ട് വേവിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് മസാലക്കുള്ള സവോള അതുപോലെ തന്നെ തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല അരിഞ്ഞിടാം. പിന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മട്ടനായ ചെറിയ മട്ടനായ 4 വിസിലുള്ള സാധനം റെഡി. ഞാൻ റെഡി പറഞ്ഞിട്ട് ആൾ ഓക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലത്തെ പീസ് മൊത്തം വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ കുക്കറത്തെ വെള്ളം ഒരിക്കലും കളയരുത് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ടേ റൈസിന്. അപ്പോൾ ഇതിന് നമുക്ക് മസാല റെഡിയാക്കാം. ഞാൻ എടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ്, നമ്മളെ കമ്പനി ഓയിൽ, നല്ല ഓയിലാട്ടാ. അത് ആവശ്യത്തിനൊന്ന് കുറച്ചെടുക്കുക. പിന്നെ നെയ്യ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 kg നെയ്യാണ് ഞാൻ എടുക്കണത്. അതും കുറച്ച് ഒരു ചെറിയൊരു ടീസ്പൂണും ധാരാളമാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വലിയുള്ളി ഉപയോഗിക്കുന്നില്ല, കാരണം നമുക്ക് മസാലക്ക് ചെറുള്ളി മാത്രം മതി. അതുകൊണ്ട് കുറച്ച് ചെറുള്ളി ഇട്ടിട്ട് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ഉലുവ ഒന്ന് പൊട്ടിക്കണം. എന്നിട്ട് ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറുള്ളി ഇടുക. പിന്നെ ചെറുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് വാടി ഒന്ന് വരുമ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് പേസ്റ്റാക്കിയതും കൂടിയിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, ഒരു ബ്രൗൺ കളർ പോലെ. അതിൻ്റെ ഇടയിൽ ഞാൻ ആ വലിയ സവോളൊക്കെ അരിഞ്ഞിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ബിരിയാണിയുടെ മേലെ ഒന്ന് നമുക്കൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടേ. ചെറുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നേരെ തക്കാളി ഇട്ട് കൊടുക്കുക. അത് തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റായിട്ട് ഒന്ന് എന്താ പറയുക ഒരു പേസ്റ്റ് ലെവൽ വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച മട്ടനും ഒക്കെ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ മേലെ മല്ലിച്ചപ്പും പുതിന ഇടുക. പിന്നെ ഒരു തൈര് കുറച്ച് നല്ല പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എടുത്തുള്ളത്. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് നമ്മൾ സാധാ വെള്ളം പിന്നെ 1 ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മട്ടൻ്റെ വെള്ളം കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വരുന്ന ടൈമിൽ അരി കഴുകിയിട്ട് നേരെ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഏകദേശം ഒരു 3/4 വേവ് പാടുള്ളൂ, കാരണം നമ്മൾ ദമ്മിടണല്ലേ. റൈസ് ഏകദേശം ഒരു 3/4 ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. പിന്നെ നമ്മളെ ചാനലും കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് മെല്ലെ പൊട്ടാണ്ട് മെല്ലെ എടുത്തിട്ട് ഫസ്റ്റ് ലൈന് ഫില്ലാക്കുക. എനിക്ക് അധികം മല്ലിച്ചപ്പ് പുതിനൊക്കെ നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇടുക. പിന്നെ പിന്നെ ഗരം മസാല അതും ഇടുക. മല്ലിച്ചപ്പ് പുതിനും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് രണ്ടാമത്തെ റൈസ് അതിൻ്റെ മേലെ ഇടുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. പിന്നെ രണ്ടാമത്തെ റൈസിൻ്റെ മേലെ ഭംഗിക്ക് വേണ്ടിയിട്ട് വീണ്ടും മല്ലിച്ചപ്പും പുതിനൊക്കെ ഒന്ന് ഇട്ട് ഒരു ചെറുനാരങ്ങ ഇട്ട് പിഴിഞ്ഞ് എൻ്റെ പൊന്നോ സൂപ്പറാവും. പിന്നെ ഇത്തിരി ഗരം മസാലയും പിന്നെ 6 kg നെയ്യും ഒരു പൊടിക്ക് മതി കേട്ടോ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെ മട്ടൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു 5 മിനിറ്റ് ചെറിയ തീക്ക് വെച്ചതിൻ്റെ ശേഷം തീ ഓഫാക്കിയതിൻ്റെ ശേഷം അങ്ങനെ ദമ്മിട്ട് വെക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും സാധനം ദമ്മ് ഒട്ടിക്കാൻ ടൈമാവും. ദമ്മ് ഒട്ടിച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ പോനോ അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്മെല്ല് സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ പീസ് ഉടയാണ്ട് ഇളക്കണം കേട്ടോ. സനസ് എന്താ പാട്? പൊളിയാ?